മൂവാറ്റുപുഴയിൽ നടക്കുന്ന കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ ജാഥയിലെത്തിയ അബിൻ വർക്കിയെ തോളിലേറ്റി പ്രവർത്തകർ. പരിപാടി ആരംഭിച്ച ശേഷമാണ് അബിനെത്തിയത്. ആ വിശ്വാസികൾക്ക് വേണ്ടി കേരളത്തിലെ കോൺഗ്രസും UDF-ഉം ഈ നാടിന്റെ മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അവഗണിച്ചതിലുള്ള അതൃപ്തി അബിൻ വർക്കിക്ക് ഉണ്ടായിരുന്നു. അത് അദ്ദേഹം പരസ്യമായി പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പാർട്ടിക്കകത്തുള്ള സ്വീകാര്യത അതല്ലേ ഈ ഒരു വരവേൽപ്പിൽ നിന്ന് വ്യക്തമാകുന്നത്? തീർച്ചയായും ആ നിലയ്ക്ക് തന്നെ കാണണം. ദിവ്യ ചൂണ്ടിക്കാണിച്ച പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട് അബിൻ വർക്കിയുടെ ഈ വൈകിയെത്തലുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ. പ്രത്യേകിച്ച് ദേശീയ നേതൃത്വം അടക്കം കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കം പങ്കെടുക്കുന്ന വേദിയിലേക്കാണ് വളരെ വൈകി അബിൻ വർക്കി എത്തുന്നത്. അതേസമയം ആ എത്തുന്നതിനൊപ്പം നിരവധി പ്രവർത്തകർ അബിൻ വർക്കിക്ക് മുദ്രാവാക്യം വിളിക്കുകയും അയാളെ തോളിലെടുത്തുകൊണ്ട് വേദിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ. ആ സമയം സംസാരിച്ചുകൊണ്ടിരുന്ന DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പ്രവർത്തകരെ തടയുകയും മുദ്രാവാക്യം വിളിക്കരുത് എന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുകയാണ് കാണാൻ കഴിഞ്ഞത്. എന്നാൽ ഈ സംഭവത്തെക്കുറിച്ച് പരിപാടിക്ക് ശേഷം അബിൻ വർക്കിയോട് ചോദിക്കുമ്പോൾ കോഴിക്കോട് ആയിരുന്നതിനാലാണ് താൻ വൈകിയെത്തിയത്, മറ്റ് വിവാദ വിഷയങ്ങളിലൊന്നും ഈ ഘട്ടത്തിൽ പ്രതികരിക്കാൻ കഴിയുകയില്ല എന്ന മറുപടിയാണ് നൽകിയത്. ഏതായാലും അബിൻ വർക്കി ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ അതൃപ്തിയുമായി ബന്ധപ്പെട്ട് തന്നെ കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് UDF പ്രവർത്തകർക്കിടയിൽ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അബിൻ വർക്കിക്ക് വലിയ പിന്തുണയുണ്ട് എന്ന് കാണിക്കുന്ന തരത്തിലുള്ള ഒരു പ്രകടനമായിരുന്നു UDF-ന്റെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അടക്കം ഇരിക്കുന്ന വേദിയിൽ ഉണ്ടായത് എന്നുള്ളതാണ്. ഏതായാലും ഈ സംഭവം UDF-ന്റെ നേതൃത്വത്തിൽ ശബരിമല വിഷയം ഉയർത്തിക്കൊണ്ട് വിശ്വാസ സംരക്ഷണ യാത്ര എന്ന പേരിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മേഖലാടിസ്ഥാനത്തിൽ നടത്തുന്ന പരിപാടിയുടെ മധ്യ കേരളത്തിലെ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങായിരുന്നു മൂവാറ്റുപുഴയിൽ വെച്ച് നടന്നത്. ബെന്നി ബെഹനാൻ MP ആയിരുന്നു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. ഏതായാലും ആ ചടങ്ങിൽ ഈ അബിൻ വർക്കിയുടെ ഒരു വൈകി വരവ് വലിയ ചർച്ചയായിട്ടുണ്ട് ദിവ്യ.